ഇന്ന് നമ്മൾ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു കാർ ഡ്രൈവിന് പോവാണ്. ഓക്കെ, ആൻഡ് യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ കാർസ്. സിനിമയില് നമ്മളിപ്പോ ഇതിന്റെ അകത്ത് സുരേഷ് ഗോപി സാർ വരെ കയറി. ഓർമ്മയുണ്ടോ ഈ മുഖം? സിനിമയിൽ വന്നതിന് ശേഷം എന്റെ ആദ്യ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് ഹാരിയർ. Anything in its path is carried, crushed or claimed. The Harrier.ev and me, we're about to do something really wild. എനിക്ക് ഇവൻ എന്റെ കൂടെ ഉള്ളത് തന്നെയാണ് വലിയ ആശ്വാസം. ഇപ്പൊ ഞാൻ എന്റെ ഏറ്റവും നല്ല സമയം മോശം സമയം ഒക്കെ കണ്ട വണ്ടി. സത്യമാണ് കേട്ടോ, അങ്ങനെ വണ്ടിയാണ്. ഉണ്ണി എപ്പോഴും പറയും ഇത് നമ്മളെ ചതിച്ചില്ല ബ്രോ, എന്തോരം അവസരങ്ങളിൽ നമ്മള് അത് മറ്റുള്ളവർക്ക് അത് പ്രേക്ഷകൻ അറിയുന്ന ഒരു കാര്യം ആയിരിക്കില്ല. നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളും ഏറ്റക്കുറച്ചുകളും കരിയറിൽ വന്നതും നമ്മളപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നും അപ്പോഴെല്ലാം ഇവൻ നമ്മളെ വഴിയിലാക്കാതെ കൂടെ നിന്നുള്ളതാണ്. ഞാൻ ഇവിടെ നിന്റെ അകത്ത് ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും. വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് വട്ടാണെന്ന് തോന്നും, പക്ഷെ ഐ ഫൈൻഡ് എ കമ്പാനിയൻ. ശബ്ദമില്ലാത്ത, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത, എന്നാൽ എനിക്ക് എവിടെയോ ഒരു നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരാൾ. മലയാളി എനിക്ക് പറ്റുന്നവരെ ഞാൻ വലിച്ചോളാം എന്ന് പറയുന്ന ഒരു ആൾ. എനിക്ക് ഇനി എത്ര ഞാനൊരു BMO, ഒരു ജാഗോർ, എനിക്ക് ജാഗോർ ഇഷ്ടമുള്ള വണ്ടിയൊക്കെയാണ്. അത് വന്നാലും ഇനി എത്ര വലിയ വലിയ കാറുകൾ എനിക്കുണ്ടായാലും ഇതിന്റെ അടുത്തുള്ളൊരു ഒരു ഏങ്ങലുണ്ട്. അത് പോത്തില്ല. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ഇന്ന് നമ്മൾ ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ഒരു കാർ ഡ്രൈവിന് പോവാണ്. ഓക്കെ, ആൻഡ് യു ആർ വാച്ചിങ് മൈൽസ്റ്റോൺ കാർസ്. യെസ്, അപ്പൊ മൈൽസ്റ്റോൺ കാർസിൽ ഇന്ന് ഏത് കാറാണ്, ഏത് സെലിബ്രിറ്റി ആണ് നമുക്ക് കാണാം. ആൻഡ് ഹിയർ നമ്മുടെ സ്വന്തം ചന്തു നാഥാണ് നമ്മുടെ കൂടെ ഉള്ളത്. യെസ്, ഹലോ ബ്രോ. ഹലോ. യെസ്, ഓക്കെ. അപ്പോ എന്തൊക്കെയാണ് ബ്രോ വിശേഷങ്ങൾ? സൂപ്പറാ. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം നമ്മുടെ സിനിമയാണ്. അതെ, ഞാനും ബിബിൻ ജോർജും ഷൈൻ ടോം ചാക്കോയും ലീഡ് ചെയ്യുന്ന ഒരു സിനിമ. അടിപൊളി. സംവിധായകൻ, രാഹുൽ കല്യാൺ റൈറ്റർ. സൂപ്പർ, അതാണ് ഏറ്റവും പുതിയ വിശേഷം. അപ്പൊ നമ്മുടെ ഈ ഷോയുടെ പേര് എന്താ അറിയോ ചേട്ടാ? മൈൽസ്റ്റോൺ കാർസ് എന്നാണ്. അതായത് ചില കാർസ് അല്ലെങ്കിൽ ചില വണ്ടികൾ നമ്മുടെ ലൈഫിൽ ഒരു മൈൽസ്റ്റോൺ ആവാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരിക്കും. ഈ പ്രത്യേകിച്ച് നമ്മള് ആമ്പിളരെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ വണ്ടി നമുക്ക് എപ്പോഴും ക്ലോസ് ടു ഹാർട്ട് ആയിരിക്കും, അല്ലെ? ചേട്ടന്റെ ശരിക്കും ഈ കാർ ക്രേസ് ഉണ്ടോ? ആക്ച്വലി കാർ ക്രേസ് എന്നല്ല, എനിക്ക് വാഹനങ്ങൾ, എന്റെ കാർ എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടമുള്ളതാണ്. ഞാൻ അതിലൊരു ഇമോഷൻ കാണുന്ന ഒരാളാണ് വണ്ടിയിൽ. അടിപൊളി. അപ്പൊ അങ്ങനെയാണ്. അപ്പോ നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ടല്ലോ ഒത്തിരി വണ്ടികളുണ്ടല്ലോ. നമ്മുടെ അർബൻ ക്രൂയിസ് ഉണ്ട്, ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് സ്കോർപിയോ ഉണ്ട്. വൈ ഹാരിയർ? എനിക്ക് കുറച്ചുകൂടി ട്രാവൽ കംഫർട്ട്. ഞാൻ വേറെ വണ്ടി എടുക്കാതിരുന്ന ഒരാളാ. അപ്പൊ അതിൽ നിന്നാണ് ഞാൻ പിന്നെ ഈ വണ്ടി കണ്ടപ്പം 2020 എനിക്ക് എന്റെ കുഞ്ഞിന്റെ ഒന്നാമത്തെ പിറന്നാളിന് എനിക്ക് കാർ എടുക്കണം. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എന്റെ ആദ്യ സമ്പാദ്യത്തിൽ നിന്ന് എടുക്കുന്ന വണ്ടിയാണ് ഹാരിയർ. അടിപൊളി. അപ്പൊ അവന്റെ ബർത്ത്ഡേക്ക് എടുക്കണമെന്ന് എന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് നോക്കി വന്നപ്പോഴാണ് ഹാരിയറിന്റെ ഓപ്ഷൻ വരുന്നത്. അത് മാത്രമല്ല, എനിക്ക് മാത്രം യൂസ് ചെയ്യാനുള്ളതല്ലോ, ഫാമിലിക്ക് യാത്ര ചെയ്യാൻ പറ്റണം. എനിക്ക് ഇതിന്റെ ട്രാവൽ കംഫർട്ടും ഇതിന്റെ സൈസും, എനിക്ക് ലോങ് ജേർണി ഉള്ളതാ. ഇപ്പൊ എനിക്ക് ഡ്രൈവർ ഉണ്ടെങ്കിൽ പോലും ഷൂട്ടിനൊക്കെ ഞാൻ ഈ വണ്ടിയില് പോണേ. പിന്നെ പാസഞ്ചർ സീറ്റ് ആയാലും ഫ്രണ്ട് ആയാലും എല്ലാം എനിക്ക് ഭയങ്കര യാത്രാ സൗകര്യവും ഉള്ള വണ്ടിയാ. പിന്നെ എനിക്ക് കുറച്ചും കൂടെ ബോയ്സ് പരിപാടിയാണ് ഇഷ്ടവും. സെഡാനേക്കാൾ എനിക്കും കൂടെ ഇങ്ങനത്തെ വണ്ടികളാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മള് ഇങ്ങനെ ഹാരിയറിനെ പറ്റി ചേട്ടനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടപ്പോ നമ്മുടെ ക്രൂവിലുള്ള പറഞ്ഞത് ചേട്ടനെ പോലെ തന്നെ മസിലുള്ളൊരു വണ്ടി അതുകൊണ്ടാണോ ഹാരിയർ ചൂസ് ചെയ്തത്? അല്ല, എനിക്ക് കുറച്ചുകൂടി മസ്കുലർ കാർസ് ആണ് എനിക്ക് കുറച്ചും കൂടെ. എനിക്ക് എന്റെ വീട്ടില് ഇപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന വണ്ടി ഇതല്ല. വണ്ടി ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ പൈസ കൊണ്ട്, ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എടുത്തത്, എന്റെ ക്രേസ് കൊണ്ട് എടുത്തത് ലാൻസർ ആയിരുന്നു. ആ സമയത്ത് ബാംഗ്ലൂരൊക്കെ അതൊരു സെക്കൻഡ് വണ്ടിയായിരുന്നു ലാൻസർ. അതായത് ക്രേസ് കൊണ്ട് എടുക്കുന്നത്. ലാൻസർ നിർത്തിയത്, ആ സമയത്ത് ലാൻസർ ഇല്ല. പിന്നെ അതിന്റെ അടുത്തുള്ള ഒരു ഭയങ്കര അടങ്ങാത്ത പണ്ട് തൊട്ടുള്ള ഇതുകൊണ്ടാണ് ആ വണ്ടി എടുത്തത്. പിന്നെ അമ്മയ്ക്ക് വേറൊരു കാരണം, അമ്മ യാത്ര ചെയ്യുന്നത്, അമ്മ ജോലി ചെയ്യുന്നത് കൊണ്ടുമൊക്കെ അമ്മയും സ്വാതിയൊക്കെ ആ ഡിസയർ ആണ് യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് അതിൽ കംഫർട്ടബിൾ ആ. മാരുതിയിലാണ് അമ്മയുടെ. അതെ, എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് ഈ മാരുതി യൂസ് ചെയ്ത ആൾക്കാർക്ക് പിന്നെ അത് വിടാൻ കുറച്ച് പാടാണ്, അല്ലേ? അമ്മയ്ക്ക് ഭയങ്കര, നമ്മൾ മാറ്റാൻ പറയുമ്പോഴും ഇത് നമുക്ക് വേറൊന്ന് നോക്കാം എന്ന് പറയുമ്പോ അമ്മ പറഞ്ഞ ഇനി റിട്ടയർ ആവാൻ 1 മാസം കൂടെ ഉള്ളൂ, എനിക്കിതാ. അമ്മയ്ക്ക് ആ വണ്ടി ഭയങ്കര ഇതുപോലെ എനിക്ക് പോലെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കണം, അതായിരിക്കാം. ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന കാറാണ് ചേട്ടൻ ആക്ച്വലി?
അതൊരു മാരുതി 800 അതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വണ്ടിയാണ്. ആ. ഹരിശങ്കർ എന്നാണ് അവന്റെ പേര്. എത്രയോ വർഷങ്ങളായിട്ട് 20 സ്കൂൾ സമയം തൊട്ട് എന്റെ ഫ്രണ്ടാണ് അവൻ. അപ്പൊ അവനാണ് എന്നെ പ്ലസ് 1 പ്ലസ് 2 സമയത്ത് അവന്റെ കാറ് പതുക്കെ അനക്കാനൊക്കെ പഠിപ്പിക്കുന്നതും ഒക്കെ. പക്ഷെ ആ ഒരു ദിവസം അനക്കി റിവേഴ്സ് എടുത്ത് അവന്റെ ജനലിൽ ചെന്ന് വണ്ടി റിയർ ഇടിച്ച് പൊളിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഓടി. വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി. വീട്ടിൽ നിന്ന് അവനെ ചോദിച്ചു, ഇങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല അച്ഛൻ ഓക്കെ പറഞ്ഞ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു കാർ. അവന്റെ വണ്ടിയാണ് എന്റെ തുടക്കം. ഓ അടിപൊളി. അപ്പൊ നമ്മളൊരു 800 തുടങ്ങി ഇന്ന് ഹാരിയർ ഹാരിയർ നിൽക്കുന്നു. ഓക്കെ, ഡ്രീം കാർസ് എങ്ങനെയെങ്കിലും ഉണ്ടോ ചേട്ടാ? അതായത് എനിക്ക് ഈ വണ്ടി സ്വന്തമാക്കണം അങ്ങനെ എന്തെങ്കിലും? ടു ബി റിയലി ഓണസ്റ്റ്, എനിക്ക് അങ്ങനെ ഇല്ലടാ. എനിക്കൊരു പ്രീമിയം സെഗ്മെന്റ് വണ്ടി ഇതൊരു നല്ല വണ്ടിയാ. നമ്മൾ അത് എന്റെ ഉയർച്ച ഉണ്ടാവും. എന്റെ അടുത്ത് എനിക്ക് അത് സാധിക്കുന്ന സമയത്ത് എടുക്കണം എന്നുള്ള ഇതാണ്. പിന്നെ നടക്കട്ടെ, പിന്നെ അതൊക്കെ നടക്കണം. അല്ലാതെ ഇപ്പൊ എനിക്കൊരു ഭയങ്കര കാറിന്റെ അതല്ല. എനിക്ക് ഇവൻ എന്റെ കൂടെ ഉള്ളത് തന്നെയാണ് വലിയ ആശ്വാസം. ഇപ്പൊ ഞാൻ എന്റെ നമ്മൾ നല്ല സമയം മോശം സമയം ഒക്കെ കണ്ട വണ്ടി. അങ്ങനെ വണ്ടിയാണ് അത്. എന്റെ കൂടെ വണ്ടി ഓടിക്കുന്ന എന്റെ ഫ്രണ്ട് ഉണ്ണി എപ്പോഴും പറയും, ഇത് നമ്മളെ ചതിച്ചില്ല ബ്രോ, എന്തോരം അവസരങ്ങളിൽ നമ്മള് അത് മറ്റുള്ളവർക്ക് അത് പ്രേക്ഷകൻ അറിയുന്ന ഒരു കാര്യം ആയിരിക്കില്ല. നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളും ഏറ്റക്കുറച്ചിലും കരിയറിൽ വന്നതും നമ്മളപ്പം സ്ട്രഗിൾ ചെയ്യുന്ന ഒന്നും. അപ്പോഴെല്ലാം ഇവൻ നമ്മളെ വഴിയിലാക്കാതെ കൂടെ നിന്നുള്ളതാ. അപ്പൊ എപ്പോഴും മറ്റേ ഇത് മാറ്റാം, ഒന്ന് വിടാം, നമുക്ക് കുറച്ച് കഴിഞ്ഞ് വേറെ വണ്ടി എടുക്കാം എന്നൊക്കെ ആകുമ്പോഴും എന്റെ മനസ്സിൽ പറയും, മലയാളി എന്നെ വിടല്ലേ മലയാളി. എപ്പോഴെങ്കിലും ഒരു പുതിയ വണ്ടി എടുക്കുവാണെന്നുണ്ടെങ്കിലേ അപ്പൊ ഈ വണ്ടി ഇല്ല. ഇത് ഞാൻ ഒരുപാട് വട്ടം ഇത് എന്റെ അടുത്ത് ആള് പറഞ്ഞതാണ്, നമുക്ക് അടുത്ത വണ്ടി പോവാം, ഇത് കൊടുക്കാം. പക്ഷെ എനിക്ക് കൊടുക്കുന്നതിന് എനിക്ക് അതെന്തോ 3-4 വട്ടം ഞാൻ വിചാരിച്ചിട്ടും എനിക്ക് മനസ്സുകൊണ്ട് പറ്റിയിട്ടില്ല. പിന്നെ അത് ഫാമിലി ഡിമോഷനായി. എനിക്ക് നീലനാണ് എനിക്കിത്, അവന്റെ പ്രായമായി വണ്ടിക്ക്. അപ്പൊ അവൻ 6 വയസ്സെങ്കിൽ ഈ വണ്ടിക്ക് 6 വയസ്സ്, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പം എന്നെ ചതിച്ചിട്ടില്ലാത്തൊരു വണ്ടിയാവും. ഒരുപാട് അടുത്ത് ഞാൻ ട്രാവൽ ചെയ്ത് പെട്ടെന്ന് എനിക്ക് കിലോമീറ്റർ മാറിയതും ഇതൊക്കെ അത്രയും ട്രാവൽ ഈ വണ്ടിയിൽ ചെയ്തതാ ഞാൻ. അപ്പൊ ഞങ്ങളെ ഇത്ര നല്ല സേഫ് ആയിട്ട് കൊണ്ടുപോയ. അപ്പൊ എന്റെ മനസ്സ് പോലെ പാവം ഒരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് അകത്തൊക്കെ ഇരുന്നതിന് വിഷമമൊക്കെ ഉള്ള ഞാൻ ഇവിടെ നിന്റെ അകത്ത് ചുമ്മാ ഇരുന്ന് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് അത് വട്ടാണെന്നൊക്കെ തോന്നും. പക്ഷെ ഐ ഫൈൻഡ് എ കമ്പാനിയൻ, ശബ്ദമില്ലാത്ത, തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത, എന്നാ എനിക്ക് എവിടെയോ ഒരു നമ്മളെ ജഡ്ജ് ചെയ്യാത്ത ഒരാൾ. മൊലാളി എനിക്ക് പറ്റുന്നവരെ ഞാൻ വലിച്ചോളാം എന്ന് പറയുന്ന ഒരു ആൾ. അപ്പൊ അവനെ പിന്നെ ഒന്ന് സർവീസ് ഒക്കെ ചെയ്ത് പിന്നെ അവനെ ഓരോ സമയം കുട്ടപ്പനാക്കുമ്പോഴും റീപെയിന്റ് ചെയ്ത് നമ്മൾ ഫുള്ളി പാക്കാക്കി ഇറക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. അവന് ഉള്ളിൽ ആശ്വാസം വഹിക്കണം എന്നൊക്കെ എന്റെ ചുമ്മാ. നമ്മൾ ഈ സർവീസ് ചെയ്ത് വണ്ടി ഒന്ന് റീപെയിന്റ് ചെയ്ത് കുട്ടപ്പനാക്കി ഇറക്കുമ്പോഴേ എപ്പോഴും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ അവന് സന്തോഷമായിക്കാണ്? അങ്ങനെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞേ, നേരത്തെ പറഞ്ഞ. ഇപ്പം നമ്മൾ എപ്പോഴും പറയുമത്, ഇപ്പം കാറ് തന്നെ ആശ്വസിക്കുന്നുണ്ടായിരിക്കും, മലയാളി എന്നെ ഒന്ന് നമ്മള് ചുമ്മാ തമാശക്ക് എപ്പോഴും പറയാം. അപ്പൊ എനിക്കത് എന്റെ കയ്യിൽ നിന്ന് ഈ വണ്ടി പോയിട്ടേ ഇല്ല. അങ്ങനെ പോകേണ്ട ഓപ്ഷൻ വന്നപ്പോ പോലും അത് അവസാനം എന്റെ കയ്യിൽ നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള വണ്ടിയാ. ഓക്കെ, ഈ നമ്മൾ മുന്നേ യൂസ് ചെയ്ത കാറ് വെച്ച് നോക്കുമ്പോഴേ ഈ വണ്ടിയിൽ കാണുന്ന സ്പെഷ്യാലിറ്റീസ് എല്ലാം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് എപ്പോഴും ട്രാവൽ കംഫർട്ടാണ്. എന്റെ പേർപ്പസ് ആണ് എന്നെ സെർവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ എപ്പോഴും പാസഞ്ചർ സീറ്റിലായിരിക്കും ഇരിക്കുന്നത് മിക്കപ്പോഴും. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ചിലപ്പം എന്താ പറയുന്ന ഞാൻ അവിടെ ഓടിക്കും, സിറ്റിയിലൊക്കെ ഓടിക്കുമായിരിക്കും. പക്ഷെ അല്ലാതെ നമ്മൾ ഈ ഷൂട്ടിന് പോകില്ലേ, അപ്പോഴൊക്കെ എനിക്ക് ഡ്രൈവർ ഉണ്ടാവും. ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല, അവൻ എന്റെ കൂട്ടുകാരനാ, അവനാണ് എന്നെ കൊണ്ട് നടക്കുന്നത്. അപ്പോ അങ്ങനെ ഉണ്ണി ഇതിന് മുമ്പ് ആളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ പിന്നെ വിശ്വസ്തനായിട്ട് വന്നത് അത് നമുക്ക് എല്ലാവരും അങ്ങനെ വിശ്വസ്തരായിരിക്കില്ല. വണ്ടിയായിട്ട് സ്നേഹിക്കുന്നവരായിരിക്കണം. പിന്നെ വൈശാഖെന്നും ഉന്മേഷ് എന്നൊക്കെ പറയുന്ന അവര് കാരവൻ ഡീൽ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അവരെന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടാ. അപ്പൊ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത് 3-4 പേരുണ്ട്. അതിന്റെ അർത്ഥം എനിക്ക് 3 ഡ്രൈവേഴ്സ് ഉണ്ടെന്നും ഞാൻ ലക്ഷറീസ് ആയിട്ട് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് ഞാൻ. അപ്പം അവര് വൈശാഖം, ഉന്മേഷ്, സച്ചു എന്നൊക്കെ പറയുന്ന അവരെ പറയാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ ഉണ്ണി എനിക്ക് കാറിനെ ഭയങ്കര എന്താ പറയുന്ന പേഴ്സണലി വളരെ എന്താ പറയുന്നത് കാണുന്ന ആളുകളാണ്. വണ്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിലൊരു സ്ക്രാച്ച് വീഴുമ്പോഴും നമ്മളിങ്ങനെ റഫ് റൈഡ് ചെയ്യുമ്പോഴൊക്കെ അവര് പെട്ടെന്ന് ചേട്ടായി നമുക്കത് മാറ്റാറായി നമുക്ക് അങ്ങനെ വണ്ടി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം. സോ എന്റെ മാത്രം
ഒരു എന്താ പറയുന്ന ടേക്ക് അല്ലായിരുന്നു ഈ വണ്ടി ഇങ്ങനെ മെയിൻറ്റെയിൻ ആയി പോകുന്നത്. അത് അവരെല്ലാം കൂടെ വിചാരിക്കുന്നുണ്ടാണ്. അതിന്റെ ഒരു സന്തോഷമുണ്ട്. അടിപൊളി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ വണ്ടിയായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത്. അപ്പൊ ചേട്ടാ എത്രാമത്തെ വയസ്സിലാണ് നമ്മൾ ലൈസൻസ് എടുക്കുന്നത്? 18 കഴിഞ്ഞുമ്പോ എടുത്തതാ. അപ്പം ലൈസൻസ് കാരണം ആ സമയത്ത് എന്ന് പറയുന്ന വണ്ടി ലൈസൻസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആ പരിപാടി ആ സമയത്ത്. അപ്പം തന്നെ അതിനു മുമ്പ് അച്ഛന്റെ ബൈക്കൊക്കെ നമ്മൾ ഓടിച്ച് ഉരുട്ടി ശീലിച്ച് അപ്പൊ ഇനിയിപ്പോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി എടുക്കാനുള്ളതോ ലൈസൻസ് ആവും അങ്ങനെയൊക്കെ. അപ്പൊ അച്ഛനൊരു സ്പ്ലെൻഡർ ആയിരുന്നു തുടക്ക സമയത്ത്. പണ്ട് സ്പ്ലെൻഡർ കഴിഞ്ഞു, പിന്നെ അമ്മ ഒരു ഓൾട്ടോ കാർ, അന്നത്തെ ഓൾട്ടോ, ഒരു വൈറ്റ് ഫുൾ ബോഡി വൈറ്റ് ഓൾട്ടോ ഒക്കെ വാങ്ങി. അമ്മ MG കോളേജിൽ പഠിപ്പിക്കുന്നു, ഞാൻ ഇവാനിയസിൽ പഠിക്കുന്നു. അപ്പൊ അമ്മയെ ഞാൻ കൊണ്ട് MG കോളേജിൽ ആക്കിയിട്ട് പിന്നെയാണ് ഇവാനിയസ്, നിനക്കറിയാം. പിന്നെ അമ്മയെ കൊണ്ടാക്കുന്നവരെ ഞാൻ വണ്ടിക്കകത്ത് വളരെ നല്ല പാട്ടൊക്കെ ഇട്ടൊക്കെ പോകും. എന്നിട്ട് അവിടുന്ന് എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പിന്നെ മൈക്കിൾ ജാക്സൺ പാട്ടൊക്കെ ഇട്ട് തകർത്ത് ചുമ്മാ കോളേജിൽ ചെന്ന് ഷോ എന്ന് ഇതൊക്കെയായിരുന്നു ആ സമയത്ത്. അത് അങ്ങനെയാണ്, എല്ലാരും അങ്ങനെയാണ്. ഈ മാറി വാനിസിലെ ലൈഫിനെ പറ്റി ചോദിക്കേണ്ടി വരും നമുക്ക്. മാറി വാനിസിലെ ലൈഫ് എങ്ങനെയായിരുന്നു, കോളേജ് ലൈഫ്? ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ട്രിവാൻഡ്രംകാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഡ്രീം കോളേജാണ് മാറി വാനിസ്. മാറി വാനിസിൽ പ്രത്യേകിച്ചും ഈ ആർട്ടിസ്റ്റും അല്ലാന്നുണ്ടെങ്കിൽ മീഡിയ എക്സ്പോഷർ ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആ മാറി വാനിസ് കോളേജിൽ പോയി പഠിച്ചാൽ മതി. അവിടുത്തെ ഫെസ്റ്റും പരിപാടിയും നല്ല വൈബാണ് എന്നാ പറയാ. എങ്ങനെയായിരുന്നു അവിടുത്തെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ? ഇപ്പോഴത്തെ എനിക്കറിയില്ല, കുറച്ച് ഓട്ടോണമസ് സിസ്റ്റത്തിലേക്ക് അത് പോയി. ഇപ്പൊ അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാറി വാനിസ് ഒരു ഭയങ്കര ക്രെഡിറ്റ് ആണ് അവിടെ പഠിക്കുക എന്നൊക്കെ പറയുന്നത്. ഭയങ്കര ഫീലാണ്. കോട്ടയം CMS ഒക്കെ പോലെ വാനിസിൽ പഠിക്കുക. അപ്പൊ വാനിസിൽ ഒരുപാട് ലെജൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. അപ്പോ അങ്ങനെ അഡ്മിഷൻ കിട്ടിയപ്പോഴൊക്കെ എനിക്ക് അപ്പൊ ഇവാനിയസില എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. സ്വാതി വൈഫ് അവിടെ പഠിച്ചത്. വൈഫിനെ ആദ്യമായിട്ട് കാണുന്ന അതെ അല്ലേ? പിന്നെ എത്ര വർഷം പ്രണയിച്ചു നിങ്ങള്? കോളേജ് തൊട്ട് ഇന്ന് വരെ. കല്യാണത്തിന് മുന്നേ ഞാൻ ഉദ്ദേശിച്ചത് എത്ര നാളത്തെ പ്രണയത്തിന് ശേഷമാണ് കല്യാണം കഴിച്ചത്? ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി സെക്കൻഡ് ഇയറിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെയാണത് റിലേഷൻ ആവുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിക്കാതെ എന്റെ അടുത്ത് അച്ഛനും ചോദിക്കുന്നു, കുറെ പെമ്പിള്ളേർ ജീവിതത്തിലുണ്ട്, ഇതിൽ ആരാ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മീൻസ് കംഫർട്ടബിൾ എനിക്ക്. അങ്ങനെയാണ് സ്വാതി. അപ്പൊ അത് ഡിഗ്രി കഴിഞ്ഞ് എന്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് എല്ലാം ജോലിയൊക്കെ ആയതിനു ശേഷമാണ് കല്യാണം. ഞാൻ ഇന്റർനാഷണൽ സ്കൂൾ അധ്യാപകനായിരിക്കുന്ന സമയത്ത് ആണ് ഞാൻ ഇവിടെ. അത് കഴിഞ്ഞ് കുറച്ചു നാൾക്ക് ശേഷം ഞാൻ സിനിമയിൽ വരികയും ചെയ്തു. നീലൻ ജനിച്ചിട്ടാണ് 18 മണി ഇറങ്ങുന്നത് പോലും. ഈ ഇന്റർനാഷണൽ സ്കൂളില് അധ്യാപകനായിരുന്നു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചൊരു വ്യക്തി, നമ്മള് ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചൊരു വ്യക്തി. ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ ഡ്രാമ പേപ്പർ എടുത്തുകൊണ്ടിരുന്നത്. കോളേജിലാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ ഫൈൻ. ഈ സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നോ? ഡിഗ്രി നമ്മളൊരു എല്ലാ വട്ടവും യൂത്ത് ഫെസ്റ്റിവൽസിലും ഞാൻ എന്റെ ഓർമ്മ സ്കൂൾ ടൈം തൊട്ട് അച്ഛനും അമ്മ എന്നെ ഓൺ സ്റ്റേജ് പെർഫോമൻസുകളിലും പ്രസംഗ മത്സരം, അത് ഇത് കവിതാ പാരായണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് നമ്മളെ എൻകറേജ് ചെയ്ത്, എനിക്ക് തോന്നുന്നു അവരാണ് എന്നെ ആക്കുന്നത്, അങ്ങനെ ആക്കിയത് അങ്ങനെ. പിന്നെ കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും സിനിമ എന്നൊരു മീഡിയം എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് ആണ്. നമുക്ക് നമ്മുടെ ഫൈനൽ ഇത്രയും ഹ്യൂജ് ഓഡിയൻസ് നമുക്കിത് നമ്മുടെ പെർഫോമൻസ്, നമ്മുടെ കഴിവ് കാണിക്കാൻ പറ്റണം തോന്നുന്നത്. സോ ഐ ഹാവ് ഡൺ സോ മെനി തിയേറ്റർ പെർഫോമൻസസ്, പ്ലേ ഒക്കെ. അപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഡിഗ്രി സമയത്തൊക്കെ ചെറുതായിട്ട് നമുക്ക് ബിൽറ്റിൻ ആയി തുടങ്ങും. ഒരു സീരിയസ് ആയിട്ടുള്ള അപ്പോഴും തോന്നില്ല ഞാൻ അതിന് ഓക്കെ ആയിട്ടില്ല, ശാരീരികമായിട്ടോ അല്ല ഇതുകൊണ്ട് ഓക്കെ ആയിട്ടില്ല. പിന്നെ ബാംഗ്ലൂർ ക്രൈസ്റ്റിൽ ഞാൻ ഇത് എന്റെ ബാക്കി പഠനമൊക്കെ ആ സമയത്തൊക്കെയാണ് ശരിക്കും നമുക്ക് തോന്നുന്നത് സിനിമ എന്നൊരു മീഡിയം എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ തോന്നുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു സിനിമയിൽ? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്വിറ്റ് മൈ കംഫർട്ടബിൾ ജോബ്. ബാംഗ്ലൂർ ഞാൻ വളരെ കംഫർട്ടബിൾ ആയി ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊരിക്കലും നടക്കില്ല. ഞാൻ പിന്നെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും സിനിമ ഈസ് ഗോയിങ് ഹെഡ്, അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഞാൻ കുറച്ച് നാൾ ഞാൻ ഫിറ്റിനാവില്ല എന്നൊരു എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള സിനിമ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തുള്ള ആളുകൾ എന്റെ കുടുംബത്തിൽ ഇല്ലാത്തൊരാള്. അപ്പൊ അങ്ങനെ ഏതാണ് എനിക്ക് വേണ്ട ലീഡെന്ന് എനിക്കറിയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എന്റെ സുഹൃത്ത് അഭിറാം, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്, അവനാണ് ആദ്യം ഹിമാലയത്തിലെ കാശ്മീർ എന്നൊരു സിനിമ ചെയ്യുന്നത്. ആ സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് വഴിയിൽ വെച്ച് അഭിറാമിനെ കണ്ടപ്പോ സ്വാതിയാണ് പറയുന്നത്, എടാ പടം ചെയ്യുന്ന ഈ ചന്തുവിനെയൊക്കെ വിളിക്കണേ. അങ്ങനെയൊക്കെയാണ് എനിക്ക് ആ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുക ചോദിക്കുക എന്നുള്ളതൊക്കെ തോന്നാനൊന്നുമില്ല. ആരെ കണ്ടാലും സിനിമാ നടൻ തോന്നല, അങ്ങനെയില്ല. എല്ലാവർക്കും സിനിമാ നടനാവാം. അല്ലാതെ
സോറി. ഇറ്റ്സ് ഓക്കെ. അതിന് എന്റെ ആവശ്യം പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനല്ല, എന്നെ കാഴ്ചയിൽ നിന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെ എനിക്ക് അതിന്റെ തുടക്കമല്ലേ. പക്ഷെ ലക്കിലി നമ്മൾ അങ്ങനെ പഠനം വന്നു. പിന്നെ അതിൽ നിന്ന് 18-ാം പടിയിലേക്ക് ഒരു ഓഡിഷന് പോകുന്നു. അതിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ കുറെ പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് നമ്മള് ഇതിനകത്ത് ഞാൻ അല കയറുന്നേ. എന്റെ ഒരു ലക്കം നോക്കിക്കേ. ഞാൻ ഇത് ചന്തുനാഥിന്റെ കൂടെയാണ് ഇരുന്ന് ഇങ്ങനെ വണ്ടിയിലെ ഡ്രൈവിൽ പോകുന്നത്. അങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് ബ്രോ, ബ്രോയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കുറെ നാളായിട്ട് അറിയുന്ന ഒരാളോട് സംസാരിക്കുന്ന ഒരു ഫീലാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ശുക്രന്റെ പ്രൊമോഷൻ വെച്ചിട്ട് തന്നെയാണ് അല്ലെ. അപ്പൊ നമ്മൾ അന്ന് വലുതായിട്ട് മിങ്കിൾ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ദി ചന്തുനാഥിന്റെ കൂടെ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകുമ്പോൾ ഈ സ്റ്റാറി ടാൻഡ്രംസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്ടറാണ് എന്നുള്ള ഒരു ടാൻഡ്രമും ഇല്ലാണ്ട് ഒരു ട്രിവാൻഡ്രംകാരനായതുകൊണ്ടാണോ നമ്മളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം? എനിക്ക് എന്റെ തലയുടെ മണ്ടയിൽ സ്റ്റാർ ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. അത് എന്തുകൊണ്ടാണോ എന്റെ കരിയറിന്റെ രീതികൾ കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടെ. അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. പടം ചെയ്യുന്നത് ഒരു ജോലിയാണ്. ആ പടം ആ മീഡിയം ഡിമാൻഡ് ചെയ്യുന്ന കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പരിപാടികൾ ഉണ്ട്. അതല്ലാതെ ഇതിലൊരു ഞാൻ എന്റെ തലയ്ക്കകത്ത് വേറൊരു നക്ഷത്രം തൂങ്ങി നിൽക്കുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ വളർന്ന ഒരാളോ അങ്ങനെയൊന്നും അല്ല. ഞാൻ വളരെ ലൗഡായിട്ട് ആളോ ഈ പടത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ എന്തോ റിജിഡ് ആണെന്നും ഞാൻ ഭയങ്കര അപ്രോച്ചബിൾ അല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റിയത്. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഒരു ഡയറക്ടർ, ബ്രോയുടെ കൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു ഡയറക്ടർ, ബ്രോയുടെ കൂടെ ഓൾറെഡി വർക്ക് ചെയ്ത ഒരു ഡയറക്ടറോട് ചോദിക്കുകയാണ് ഈ ചന്തുനാഥ് എങ്ങനെ ആള് നമുക്ക് വർക്ക് ചെയ്യാൻ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്ത ആരും അവർ മോശക്കാരല്ലത്തോളത്തോളം ഞാനൊരു പ്രോബ്ലം മേക്കറാണെന്ന് പറയില്ല. അത് എന്റെ കോൺഫിഡൻസ് ആണ്. കാരണം ഞങ്ങൾ അവരെ സെറ്റ് ഓഫ് സ്ക്രീൻ ആണ് കൂടുതൽ എന്റെ ലൗഡ് ആയിട്ടുള്ള എന്റെ നമ്മുടെ ആ ഫൺ സൈഡ് കണ്ടിട്ടുള്ളവര്, സിനിമകളിലെ ക്യാരക്ടേഴ്സ് വഴി അല്ല. അപ്പൊ അതൊക്കെ എനിക്കൊന്ന് ബ്രേക്ക് ചെയ്യുന്നതായിരിക്കും ശുക്രൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഒരു ഷെയ്ഡുള്ള ക്യാരക്ടറാ. ഫൺ ലവിങ് ആയിട്ടുള്ള, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വളരെ യങ് ആയിട്ടുള്ള കൂട്ടുകാരൻ, ഫ്രണ്ട്ഷിപ്പിന് ഞാൻ അങ്ങനെ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ. കാരണം എനിക്ക് സിബ്ലിങ്സ് ഇല്ലടാ. അപ്പൊ എനിക്ക് സിബ്ലിങ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ടൊക്കെ എനിക്ക് അനിയത്തി വേണം എന്നൊക്കെ ഭയങ്കര, അനിയൻ ചേട്ടൻ വേണം എന്ന് ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു. പക്ഷെ ഒറ്റയ്ക്ക് അങ്ങനെ ഒറ്റ കുട്ടിയായിട്ട് വളർന്നുകൊണ്ട് എനിക്ക് കൂട്ടുകാരായിരുന്നു എനിക്കല്ല. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ ഉള്ള കാര്യങ്ങൾക്ക് ഞാൻ ഒരുപാട് വാല്യൂ കൊടുക്കുന്നതാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഫ്രണ്ട്സ് നല്ല സുഹൃത്തുക്കൾ കുറച്ചേ കാണും. അവരെ കീപ്പ് ചെയ്യുന്നുള്ളത്. ബാക്കിയെല്ലാം അക്വൈന്റൻസസ് ആണ്, അറിയുന്നവർ. ഈ കമ്പനി വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ അല്ലേ? സുഹൃത്ത് എന്ന് പറയുന്നത് ആ വാക്ക് നമ്മൾ ഭയങ്കര റോങ് ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ ഫ്രണ്ടാണ്, അതങ്ങനെ വർക്ക് ആവില്ല. ഈ ഫസ്റ്റ് നമ്മളൊരു വണ്ടി എടുക്കാണ്. ആദ്യത്തെ വണ്ടി ഏതായിരുന്നു ഇതിനു മുന്നത്തെ? ഞാൻ എടുത്തോട്ട് ലാൻസർ ആയിരുന്നു. അതിനുശേഷം ഹോണ്ട സിറ്റി കോളേജിൽ പഠിപ്പിക്കുമ്പോൾ സിറ്റി എടുത്തു. അതിനുശേഷമാണ് സിനിമ വന്നതിന് ശേഷം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സമയങ്ങളിലാണ് ഓരോ ടൈപ്പ് ഓഫ് കാർ എനിക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ആ വണ്ടിയിലെ ആദ്യമായിട്ട് കയറ്റിയ ആള് ആരാണ്? ഏത് വണ്ടിയില്? ഫസ്റ്റ് വണ്ടിയില് ലാൻസർ എനിക്ക് തോന്നുന്നു എന്റെ കളീഗിനെയാണ്. കാരണം അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ വണ്ടി കൊണ്ടുവന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ എന്റെ കൂടെ പോൾ എന്ന് പറയുന്നൊരു കളീഗ് ഉണ്ടായിരുന്നു. പുള്ളിയെ കയറ്റിയ. പിന്നെ സൂര്യ എന്നെ ഒരു ഫ്രണ്ട് ഉണ്ട്. അവള് ബാംഗ്ലൂരില് ആ സമയത്ത് ഉണ്ടായിരുന്നവരാണ് ആ വണ്ടിക്കകത്ത് കയറിയിട്ട്. പിന്നെ നാട്ടിൽ വന്നതിന് എന്റെ ഫാമിലി ഒക്കെ. ഈ വണ്ടിയിൽ ആരാദ്യം കയറുന്നത്? ഈ വണ്ടിയിൽ ഇപ്പൊ എന്റെ കൂടെ കാർ എടുക്കാൻ വന്ന എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് തോന്നുന്നു, എനിക്ക് അത് ഓർമ്മയില്ല. പക്ഷെ ആ വണ്ടി കൊണ്ട് ആദ്യം പോകുന്നത് അവന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന ബർത്ത്ഡേ. അതെ. ഓക്കെ. അപ്പൊ ആദ്യമായിട്ട് കയറുന്നത് ആദ്യം ഞാൻ വണ്ടി എടുക്കുന്നു. വണ്ടി എടുത്തിട്ട് നേരെ നീലന്റെ ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന വൈകുന്നേരം നടക്കുന്ന ഒരു ഹോട്ടലുണ്ട് അവിടേക്ക് പോണു. അപ്പം ഫാമിലിയും നീലനുമാണ് ഒരുമിച്ചാണ്. വൈഫും അച്ഛനും അമ്മയും നീലനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഫസ്റ്റ് വണ്ടിക്കകത്ത് കയറുന്നത്. നേരത്തെ പറഞ്ഞ മോന്റെ ഏകദേശം പ്രായമുള്ള, ഏകദേശമല്ല ഞാൻ അങ്ങനെ കണക്കൂടുന്ന കൗണ്ട് ചെയ്യുന്ന, അവന് 1 വയസ്സാകുമ്പോ ഇവന് അങ്ങനെയാ കണക്കൂടുന്നത്. ഇതിലെ നമ്മുടെ മീഡിയ ഫീൽഡിൽ ആരൊക്കെ കയറിയിട്ടുണ്ട് ഈ വണ്ടിയില്? മീഡിയ താങ്കളുടെ ഫ്രണ്ട്സ് സിനിമയിൽ നിന്ന്? ഒരുപാട് പേരുണ്ട്. സിനിമയില് നമ്മളിപ്പോ ഇതിന്റെ അകത്ത്
സുരേഷ് ഗോപി സാർ വരെ കയറിയിട്ടുണ്ട്. അതെ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ. പാപ്പൻ സിനിമയിൽ ഈ കാർ അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ ക്ലൈമാക്സിന് മുമ്പൊക്കെ ഉള്ള സീനുകളിൽ ഇതായിരുന്നു ആ കാറായിട്ട് ഉപയോഗിച്ചത്. മനസ്സിലായോ? നിതാ പിള്ളയുടെ കാറായിട്ട് ഉപയോഗിച്ചതായിരുന്നു. അപ്പൊ നമ്മുടെ ആക്ടറും കൂടിയാണ് വണ്ടി. അതെ, ഇവൻ അതിൽ ഈ പറയുന്ന പോലെ സുരേഷ് ഗോപി സാർ ഇവിടെ ഇരുന്ന് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബാക്കി എന്റെ ഫ്രണ്ട്സ് അനുശ്രീ, അങ്ങനെ എല്ലാരും, അതിഥി, അനുമോഹൻ, എല്ലാ ഗ്യാങ് ഈ വണ്ടിക്കകത്ത് ഒരിക്കലെങ്കിലും കേറിയിട്ടുണ്ടാവും. ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ട്രാവൽ ഫ്രീക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. ട്രാവൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളല്ലേ? ട്രാവൽ ഇഷ്ടപ്പെടുന്നല്ല. ഇപ്പൊ ട്രാവലിന് വേണ്ടി ഞാൻ ഡെയിലി ഇങ്ങനെ അങ്ങനെയുള്ള ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളെന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് എപ്പോഴെങ്കിലും വളരെ നല്ലൊരു യാത്ര പോകുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരാളാണ്. ആസ്വദിക്കണമെന്നുള്ള യാത്രകളെ പോവാറുണ്ട്. ഈ വണ്ടിയിൽ ഡ്രൈവ് ചെയ്ത് പോവാണോ അതോ? ഡ്രൈവ് ചെയ്ത് പോയിട്ടുണ്ട്, ഡ്രൈവ് ചെയ്തൊക്കെ പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് ലോങ് ഒക്കെ വരുന്ന സമയത്ത് എനിക്ക് ഐ ഓൾവേസ് ഹാഡ് എ പേഴ്സൺ ഹു ഡ്രൈവ്സ്. കൂടെ ഉണ്ടാവണോ ഒരാള്? കൂടെ ഉണ്ടാവും, ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ നാട്ടിലൊക്കെ പോകുമ്പോൾ, കൊല്ലത്തൊക്കെ പോകും, നമ്മൾ അങ്ങനെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു അമ്പലത്തിന്റെ വിസിറ്റിന്, അല്ലാതെ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴൊക്കെ മിക്കപ്പോഴും ഞാനായിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ അതർവൈസ് കുറെ കാലമായിട്ട് ഐ ഹാവ് എ പേഴ്സൺ അങ്ങനെ പോകുന്നത്. അങ്ങനെ. ഓക്കെ. അപ്പോ ഈ കാറുമായിട്ട് ഇമോഷണൽ കണക്ട് ഉണ്ടെന്ന് മനസ്സിലായി. ഇതുവരെയുള്ള എല്ലാ വണ്ടികളുമായിട്ട് ഇമോഷണൽ കണക്ട് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോ എന്താ, മറ്റു വണ്ടികൾ വിറ്റു ആ സമയത്തൊക്കെ വേറെ ആൾക്ക് കൊടുക്കുമ്പം ആ സമയത്ത് ഒരു മൊമെന്ററി ആയിട്ടുള്ള ഒരു സങ്കടം ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് കൊടുക്കാനേ തോന്നുന്നില്ല. അങ്ങനെ അത് നമ്മൾ പറയാം, നമ്മൾ ഭയങ്കര ഹാർഡ് ഏൺ ചെയ്തൊരു സാധനം, ഇൻഡസ്ട്രി വന്ന് നമ്മൾ അത് നിന്ന് നമ്മൾ അതിൽ നിന്ന് ഒരു ഇതുണ്ടാക്കി, വരുമാനം ഉണ്ടാക്കി, അതൊരു കാർ ചൂസ് ചെയ്ത്, ഒരു നല്ല കാർ വാങ്ങിക്കാൻ പറ്റി, അത് അവന്റെ ബർത്ത്ഡേക്ക് വാങ്ങി, പിന്നെ ഇവൻ എന്റെ നല്ലത് കോവിഡ് മുമ്പുള്ള സമയത്ത് എന്റെ വലിയ ഉയർച്ചയും കണ്ടു. അതിനുശേഷം എന്റെ താഴ്ച അവൻ കണ്ടു വണ്ടി. അത് കഴിഞ്ഞ് അവൻ എന്നെ പോലെ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ നന്നാവുമ്പോ അവൻ നന്നാവും, ഞാൻ മോശം അവൻ മോശമാവും. അപ്പൊ എന്റെ ഒരു സഹചാരി കമ്പാനിയനാണ് എന്ന് പറയുന്ന ഒരു സംസാരിക്കാൻ പറ്റാത്ത, എന്നാ അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ പോയിന്റ് വെൻ എന്റെ അടുത്ത് വൈശാഖ് പറഞ്ഞു, ചേട്ടാ നമുക്ക് ഇത് ഒഴിവാക്കാം, നമുക്ക് ഈ കാറ് ഇത്രയായി, ഒരുപാട് ഓടി ഈ വണ്ടി, നമുക്ക് ഇനി കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കിട്ടില്ല, തിരിച്ചു പോയി. അപ്പോഴും ഞാൻ ഭയങ്കര എന്റെ ഉള്ളിൽ ഭയങ്കര ഇതായിരുന്നു, അത് ശരിയാവും, അത് കൊടുക്കാന്ന് എല്ലാരും അങ്ങനെ പറയുന്നു, എന്ത് ചെയ്യും. പക്ഷെ അവൻ പോയില്ല. അങ്ങനെ ഒരു അവസരം വന്നിട്ട് പോലും, ഒരു മൊമെന്റ് പോവാം എന്ന് വന്നിട്ട് പോലും പുള്ളി പോയില്ല. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എന്തെങ്കിലും റീസൺ കൊണ്ട് അവിടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലും റീസൺ കൊണ്ട് അത് അവിടെ പുള്ളി നിൽക്കാം എന്നൊരു അവസ്ഥയിലെത്തും. അതാണ് ഇതിന്റെ ഒരു ഇതുവരെയുള്ള എന്റെ ചരിത്രം. ഈ വണ്ടി എടുത്ത വർഷം കഴിഞ്ഞപ്പോ പോലും അന്ന് ഞാൻ പറഞ്ഞു, വൈശാഖെ, ഞാനിത് കൊടുക്കുവാണെങ്കിൽ എന്നെങ്കിലും ഞാൻ നല്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലെത്തുമ്പോ എനിക്കിത് എവിടുന്നെങ്കിലും, എവിടെയാണ് ആ സമയത്ത് ഈ വണ്ടി ഉണ്ടെങ്കിലും പൊന്നും പോലെ എടുത്ത് എനിക്ക് തിരിച്ചെടുത്ത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ വൈശാഖ് പറഞ്ഞു, ഉറപ്പായിട്ടും ചേട്ടാ ഞാനത് ചെയ്തു തരും, ഇപ്പൊ ചേട്ടൻ അത് ആലോചിച്ച് വിഷമിക്കണ്ട എന്ന്. പക്ഷെ സ്റ്റിൽ മൊലാളി ഞാൻ പോണില്ല എന്ന് പറഞ്ഞ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ടോ അതിന്റെ അകത്ത്. എനിക്ക് ഇനി എത്ര ഞാനൊരു BMO, ഒരു ജാഗോർ, എനിക്ക് ജാഗോർ ഇഷ്ടമുള്ള വണ്ടിയൊക്കെയാണ്. അത് വന്നാലും ഇനി എത്ര വലിയ വലിയ കാറുകൾ എനിക്ക് ഉണ്ടായാലും ഇതിന്റെ അടുത്തുള്ള ഒരു ഏങ്ങലുണ്ട്, അത് പോത്തില്ല. അടിപൊളി. ഇപ്പോ നമുക്ക് ഇനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ? ശരി. അപ്പൊ ഇതാണ് നമ്മുടെ പയ്യൻ. അതെ, ഇതിന് സ്ക്രാച്ചസും ഡെന്റും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടവൻ. അത് പിന്നെ കുഴപ്പമില്ല, അത് എന്നെ പോലെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും. അതെ, നമ്മള് എപ്പോഴും യൂസ് ചെയ്യുന്ന വണ്ടിയാ. നമ്മള് ഒരുപാട് സ്ഥലത്ത് ഈ വണ്ടി ആണ്ടോ അങ്ങനെ നമുക്ക് റഫ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈ വണ്ടി ആയതുകൊണ്ടാ. ഒരിടത്തും വഴിയിലാക്കിയിട്ടില്ല ഇതുവരെ. വഴിയിലാക്കി ഒരൊറ്റ വട്ടം. അത് നമ്മൾ എപ്പോഴും അവനായിട്ട് സ്വയം എനിക്ക് വയ്യ മുതലാളി ഇനിയൊന്നും പറഞ്ഞിട്ട് ഊരി എറിഞ്ഞ പോലെ ആയിരുന്നു. ഒരു ടയർ, ഒരു ട്യൂബും എല്ലാം കൂടെ ചേർത്ത് ഇവനൊരു വഴിയിൽ വെച്ചിട്ട് കൊച്ചിയിൽ രാവിലെ ഒരു സ്വയം ട്യൂബൊക്കെ എടുത്തിറങ്ങി. അതായത് ടെക്നിക്കലി പറഞ്ഞ അതിന്ന് പറന്നങ്ങ് ഇളകിയങ്ങ് പോയി. അപ്പൊ അത്രയും വയ്യാണ്ടായിരുന്നു ആ ടയറിന്. പക്ഷെ ഒപ്പം സച്ചു എന്ന് പറഞ്ഞ എന്റെ ആളെ ഓടിക്കുമ്പോ പോലും നല്ല സ്പീഡിലാണ് വണ്ടി വരുന്നത്. എന്നിട്ട് അത് പോയിട്ട് വണ്ടി അവനത് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഈ തിരക്കുള്ള റോഡിൽ അങ്ങനെ ഒരു അപകടത്തിലേക്കൊന്നും തെന്നി മാറാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് പോലും നമ്മളവിടെ
വണ്ടി അവിടെ നിന്നു. നിന്നു. ഇനി എനിക്ക് വയ്യ മുതലാളി, ഇനി എന്റെ വണ്ടി. പിന്നെ ഒരു കേസ് ഉള്ളത് നമ്മുടെ ടാറ്റയുടെ വണ്ടികളാണ് പൊതുവെ സേഫ്റ്റിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. അതിപ്പോ ഓൾട്രോസ് ആയിക്കോട്ടെ അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി ആയിക്കോട്ടെ, ആ ഒരു റേഞ്ചിൽ നമുക്ക് ഏറ്റവും നല്ല സേഫ്റ്റി വരുന്ന വണ്ടിയാണ്. ഇനി എത്ര ദൂരം പോയിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് തിരിച്ചു വന്നത്, ഞങ്ങള് കാളഹസ്തി വരെ പോയിട്ട് തിരിച്ചു വന്നതാ. യു വോണ്ട് ഫീൽ ടയേർഡ്. അത്രയും കൂടെ ഭയങ്കര ഒലച്ചിൽ അങ്ങനെയൊന്നും ഇല്ല വണ്ടിക്ക്. കംഫർട്ട് ഭയങ്കരമാണ്. അപ്പൊ അച്ഛനൊക്കെ പ്രായമായി വരുന്നു. അപ്പൊ അവർക്ക് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സൗകര്യം കൊടുക്കാൻ പറ്റും. അച്ഛനൊരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറൊക്കെ ആയിട്ട് സ്വന്തം ജീപ്പില് അവരുടെ ഡ്രൈവറൊക്കെ ആയിട്ട് യാത്ര ചെയ്ത മനുഷ്യനാണ്. അപ്പം പുള്ളിക്ക് അങ്ങനെ ഈ പ്രായത്തിൽ റിട്ടയർ ആയിരിക്കുമ്പോഴത്തേക്ക് ഒരു കുടുക്കമില്ലാത്ത സമാധാനമായിട്ട് പോകാൻ പറ്റുന്ന വണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റണമല്ലോ. അങ്ങനെ അതിന് വലിയ പ്രീമിയം വണ്ടി ആവുന്നതല്ല കാര്യം. നമ്മളെ വണ്ടിയെ പ്രീമിയമായി അത് ട്രീറ്റ് ചെയ്യുന്നതിലാണ്. അതെ, പവറൊക്കെ വൻ പവറാണ്. 170 HP ആണ്. അതുപോലെ 2 ലിറ്റർ എഞ്ചിനാണ്. ഓടിക്കാനും വൻ സുഖമാണ്. അതെ 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 അതെ. അത് കേറി ഇരുന്ന് യാത്ര ചെയ്യുമ്പോഴാണ് മനസ്സിലായി നമ്മള് ഗട്ടറിലൊന്നും അറിയുന്നേ ഇല്ല. ആഫ്റ്റർ ദിസ് നമുക്കൊരു വേറെ പെട്ടെന്ന് ഒരു ചെറിയ കാറിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈവിംഗ് ആണെങ്കിൽ ചെറിയൊരു ഒരു ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യും. ഐ എം ഓൾവേസ് കംഫർട്ടബിൾ വിത്ത്. എന്റെ ഒരു ഇനോഗ്രേഷൻ വൈശാഖ് ഒരു ജാഗുറ കൊണ്ടുപോകും, നമുക്ക് അങ്ങനെ പോണോന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിൽ കയറുമ്പോഴും എനിക്ക് ഇതിൽ കയറുന്ന അത് എന്റെ മൈൻഡിന്റെ ആയിരിക്കും. ചിലപ്പോ അതൊരു സെഡാൻ പരിപാടി ആയിട്ടുണ്ടായിരിക്കും. ഇതിന്റെ ഹൈറ്റും എല്ലാം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. അങ്ങനെ നമ്മള് വട്ടോടെ പിടിച്ചാണ് ഇന്ന് ചേട്ടൻ. ഓക്കെ, ഇന്നലെ സർവീസ് ചെയ്തു. അപ്പൊ നാളെ നമ്മുടെ സിനിമ റിലീസാണ് ശുക്രൻ. അത് ചേട്ടന്റെ ലൈഫിലും ഒരു ശുക്രൻ തന്നെ ആവട്ടെ. ഓക്കെ, ആ സിനിമയിൽ എല്ലാവർക്കും ശുക്രൻ ഉദിക്കട്ടെ. അതെ, ശുക്രൻ ഉദിക്കട്ടെ. നമ്മൾ ഓൾറെഡി പ്രൊമോഷൻ ഇരുന്നതാണ്. അതെ, അപ്പൊ നമ്മൾ എന്തായാലും അതുവഴി കൂടുതൽ പടം വന്ന് ഞാൻ വീണ്ടും അടുത്ത് വേറെ നല്ല കാർ എടുക്കട്ടെ. ആ കാർ എടുക്കുമ്പോഴും ഇവൻ എന്റെ ഞാൻ അവിടെ ഇരുന്നിട്ട് വീണ്ടും ആ കാറിന്റെ വിശേഷങ്ങൾ ചോദിക്കും. അന്നും പക്ഷെ ഈ കാർ നമ്മൾ വിടില്ല. അവ ദൂരെ നിന്ന് പുള്ളി മുതലാളി എന്നെയും കൂടെ. അപ്പൊ എന്തായാലും ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. സിനിമ നല്ല അടിപൊളി ആവട്ടെ. ആൻഡ് ഒരുപാട് സന്തോഷം. ഒരു കുറച്ചു നേരമായാലും നമ്മള് വളരെ എന്താ പറയാ സ്വീറ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. കാറിനെ പറ്റി സംസാരിച്ചു, വീടിനെ പറ്റി സംസാരിച്ചു, സിനിമയുടെ വിശേഷങ്ങൾ സംസാരിച്ചു. അപ്പൊ സിനിമ അടിപൊളിയാവട്ടെ. പ്ലസ് ഇനിയും ഇതിനും മേളിലൊക്കെ നല്ല അടിപൊളി കാറുകൾ എടുക്കാൻ പറ്റിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അതെ അതെ, ഓക്കെ, താങ്ക് യു ചേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.